നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ക്യാമ്പയിൻ തുടങ്ങുകയാണ്. പശ്ചാത്തലം പറയാം. ഏറ്റുമാനൂരിൽ ഒരു അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത് ഇന്നും നമ്മൾ ഓരോരുത്തരെയും അലട്ടുന്ന ഒരു വാർത്തയാണ്. ഷൈനിയും മക്കളായ അലീനയും ഇവാനയും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നേയില്ല. ഷൈനിയുടെ തീരുമാനത്തിന് പിന്നിൽ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഭർത്താവിൽ നിന്നും ഏറ്റ അവഗണനകളാണ് അതിലേറ്റവും പ്രധാനമായി നിൽക്കുന്നത്. പക്ഷേ അങ്ങനെയെങ്കിലും അവൾക്ക് ജനിച്ചു വളർന്ന വീട്ടിൽ ഒരിടം വേണ്ടേ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. അവിടെ അവളും മക്കളും എങ്ങനെ അന്യരാകും? ന്യൂസ് 3 പരിശോധിക്കുകയാണ്. അവളുടെ ഇടം എവിടെ? പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 04713542 ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തക ഗീത നസീർ, സാമൂഹിക നിരീക്ഷക മാളവിക ബിന്നി എന്നിവരാണ്. രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യം ശ്രീമതി ഗീത, താങ്കൾ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ പലർക്കും ഒരു 70% സ്ത്രീകൾ ഈ ബുദ്ധിമുട്ട് നേരിടുന്നവരാണ്. ബാക്കി 30%, ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്, ബാക്കി 30% അവർക്ക് ഇതെന്താണ് ഈ വിഷയം എന്നതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആ 30% നമ്മൾ വിടുകയാണ്. ബാക്കി ആ 70% വേണ്ടി നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നു. അതേസമയം ഈ 90% ആണുങ്ങളും അല്ലെങ്കിൽ പുരുഷന്മാരും ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഈ ഒരു ക്യാമ്പയിൻ്റെ എന്ന് ചോദിക്കുന്നവരുമാണ്. അപ്പോൾ എന്തായാലും ആ 70% നമ്മുടെ പ്രേക്ഷകർ, നമ്മൾ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ ശ്രീമതി ഗീതയിലേക്ക് പോകുന്നു. ഗീത, താങ്കൾ ഷൈനിയുടെ വീട്ടിൽ മരണശേഷം പോയ ആളാണ്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അവിടെ എന്തായിരുന്നു? ഞാനിപ്പോഴും ചോദിക്കുന്നു, ഒരാൾ ആത്മഹത്യയിലേക്ക് പോകുന്നു, ആത്മഹത്യ അവസാനത്തെ വാക്കാണ്, അതിലേക്ക് പോകുന്നതിന് മുൻപ് അവളുടെ വീട്ടിൽ എന്തുകൊണ്ട് അവൾ സുരക്ഷിതയായിരുന്നില്ല? എന്തുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? ആദ്യമായി ഈ വിഷയം എടുത്തതിന് ന്യൂസ് 8 ഞാൻ അഭിനന്ദിക്കാം. ഇപ്പോഴെങ്കിലും ഇത് എടുത്തല്ലോ. അപ്പൊ അവളുടെ വീട് എവിടെയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ ഈ വീടെന്ന് പറയുന്നത് എവിടെയാ വീട് കിടക്കുന്നത്? വീട് എന്ന് പറയുന്നത് നമ്മളെ കുടുംബമാണല്ലേ. ആ കുടുംബം എങ്ങനെയാണ് നിർണയിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ? ഒരു ഷൈനയുടെ വിഷയത്തിന്റെ മുകളിലാണെങ്കിലും നമ്മളിത് തുറന്നല്ലോ ഈ ഒരു വിഷയം. അത് വലിയ കാര്യം. ഈ കുടുംബത്തിനകത്തെ അവസ്ഥ എന്താണെന്ന് ആരും അന്വേഷിക്കുന്നു. നമ്മള് തൊലിപ്പുറത്ത് ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. വളരെ ആഴത്തില് കേരളത്തിലെ കുടുംബാവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു സർജറി അവിടെ ആവശ്യം. ഇപ്പൊ ഞാന് ഷൈനയുടെ വീട്ടിൽ ഞങ്ങൾ പോയി. ഞങ്ങള് മേഴ്സി അലക്സാണ്ടറും സുജാ സുസുന്ദറും ഞങ്ങൾ 3 പേരും കൂടെയാണ് അവിടെ പോയത്. അവിടെ ആരും ആ സമയം വരെ അവര് സ്ത്രീ സംഘടനകളോ അങ്ങനെ ആരും ഇവിടെ എത്തിയിരുന്നു. അപ്പൊ ഒരുപാട് കഥകൾ ആ കുടുംബം അതിലൊരു പ്രതിയാക്കപ്പെടണം എന്നുള്ള രീതിയിലൊക്കെ ചർച്ച നടക്കുന്ന സമയത്താണ് എന്താണെന്ന് അറിയാൻ ഞങ്ങൾ അവിടെ പോയത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം, ഷൈനയുടെ കാര്യത്തിലെങ്കിലും മിനിമം അവര് ജനിച്ചു വളർന്ന മതം, ആ വിശ്വാസം, അത് ഒരു വില്ലനായി തന്നെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാവും. സ്വത്തവകാശം എന്ന് പറയുന്നതിനെ കുറിച്ച് വലിയൊരു ചർച്ച തുറന്നു വിട്ടത് മേരി റോയ്. മേരി റോയ് ഫൈറ്റ് ചെയ്തു, തുല്യ സ്വത്തവകാശത്തിനുള്ള ഇതൊക്കെ നേടിയെടുത്തു. പക്ഷെ അതൊന്നും പ്രാവർത്തികമല്ല ഇപ്പോഴും. സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോഴും ആ മതത്തിനകത്ത് സ്ത്രീകൾക്ക് ഇപ്പോഴും അന്യമായ ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു രീതിയിലേ അല്ല അത് പോകുന്നു. ആ ഒരു കാര്യം ഇതിനകത്ത് തീർച്ചയായും ഷൈനിയെ വേട്ടയാടി. ഷൈനി വിവാഹം കഴിച്ചു പോയ ഭർത്താവിന്റെ വീട്ടിൽ അവൾ നേരിട്ട പീഡനം, അത് നമ്മൾ പൊതുവായി കാണുന്നത്, അതൊരു മതത്തിനകത്തുള്ള മാത്രം വിഷയമാണ്. ഇത് കേരളത്തിലെ 90% വീടുകളിലും ഇപ്പൊ അടുത്ത കാലത്ത് വലിയ രീതിയിൽ ഒരുപാട് സർവേകൾ നടത്തിയിട്ടുണ്ട് പല സംഘങ്ങളും. ഇപ്പം കുടുംബശ്രീയുടെ സ്നേഹിത അടക്കം പല രീതിയിലുള്ള സർവേ നടത്തിയിട്ട് കേരളത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ സർവേക്ക് വിധേയമായ എല്ലാ സ്ത്രീകളും തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. അവരേറ്റവും അധികം പീഡനങ്ങൾ, ശാരീരിക മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് പങ്കാളിയിൽ നിന്നാണ്, അടുത്ത ബന്ധുക്കളിൽ നിന്നാണ്. എന്ത് സന്ദേശമാണ് അത് നമുക്ക് നൽകുന്നത്? നമ്മൾ ഈ പുറത്ത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പുരോഗമനവും നമ്മൾ വിദ്യാഭ്യാസം നേടി, സാക്ഷരത നേടി, തൊഴിലുണ്ട്, സ്ത്രീകൾ കൂടുതൽ രംഗത്ത് വരുന്നു, 55% സ്ത്രീ
സംവരണത്തിൽ കൂടി അധികാരത്തിലും. പക്ഷേ ഇപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നിയന്ത്രിക്കുന്നത് യാഥാസ്ഥികമായ 18ാം നൂറ്റാണ്ടിന്റെയും 19ാം നൂറ്റാണ്ടിന്റെയും ചിന്തകളാണ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് സ്ത്രീയുടെ അവകാശം അല്ലെ ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് കുടുംബം സ്ത്രീയെ കാണുന്നത്, അതിന് വലിയൊരു റോൾ. ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ഷൈനയുടെ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു താമസിക്കുന്ന വീട്ടിൽ അവൾക്ക് ഇടമില്ല, അവൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാൽ അവിടെ അവൾക്ക് ഇടമില്ല. എങ്ങനെയാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തുന്നത് ഒരു സ്ത്രീ? എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങൾ നടക്കുന്നത്? ഇതെന്താ ആരും പരിശോധിക്കാത്തത്? എത്ര ധൂർത്ത് നടക്കുന്നു! അതൊരു കച്ചവട കേന്ദ്രമല്ലേ വിവാഹം എന്ന് പറയുന്നത്? അതിന് ജാതിയും മതവും കച്ചവടക്കാരും തുണിക്കച്ചവടക്കാരും എല്ലാവരും കൂട്ടുനിൽക്കുകയല്ലേ? ഒരു വിൽപ്പന ചരക്കാക്കി സ്ത്രീയെ മാറ്റുകയല്ലേ അവിടെ? അതിനെതിരെ നമുക്ക് ശബ്ദിക്കാൻ കഴിയുന്നുണ്ട്. അതെല്ലാം നമ്മൾക്ക് വേണം, നമുക്ക് എല്ലാം വേണം. സ്ത്രീ സുരക്ഷിതയായിരിക്കും. എങ്ങനെ വരും അങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ, അങ്ങനെ ഒരു പൊതുബോധം, അങ്ങനെ ഒരു സാമൂഹ്യ ബോധം നിലനിൽക്കുന്ന ഒരു പരിസരത്തിൽ നിന്ന് എങ്ങനെയാണ് സുരക്ഷിതയായ ഒരു സ്ത്രീ ഉണ്ടാവുക? എങ്ങനെയാണ് സുരക്ഷിതമായ ഒരു കുടുംബം ഉണ്ടാകുക? കുടുംബത്തിനകത്തെ ജനാധിപത്യം എന്താണ്? ജോലി ഷെയർ ചെയ്യുന്നത് മാത്രമല്ല, അതിനകത്ത് ഓരോ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനധികാര മേൽക്കോയ്മ എന്ന് പറയുന്നത് പ്രകടമല്ലേ? എല്ലാ കാര്യവും അത് പ്രകടമാണ്, അത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും സ്ത്രീ ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ടാണ്. പിന്നെ സ്ത്രീക്ക് ഒരു തൊഴിലുണ്ടെങ്കിൽ അവസ്ഥ വ്യത്യാസമായിരിക്കും, തീർച്ചയായിട്ടും. ഷൈനയുടെ കാര്യത്തിൽ നമുക്കത് തോന്നിയതാണ്. ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ, അവള് പഠിച്ച കുട്ടിയാണ്, അവള് BSc നഴ്സിംഗ് കഴിഞ്ഞു, അവൾക്ക് തൊഴിലെടുക്കാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം ശ്രീമതി ഗീത നസീർ. കാരണം തൊഴിലുണ്ടെങ്കിൽ അവിടെ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ ശ്രീമതി മാളവിക ബിന്നിയിലേക്ക് കൂടി പോവുകയാണ്. മാളവിക, ഇപ്പോൾ പറഞ്ഞെടുത്തെന്ന് തുടങ്ങുകയാണെങ്കിൽ ആണുങ്ങൾക്ക്, അതായത് വീട്ടിലൊരു സഹോദരൻ ഉണ്ടെങ്കിൽ ആണുങ്ങൾക്കാണ് വീട്, സ്വത്തവകാശം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായും അത് തന്നെയാണ്. അത് ആണിനുള്ളതാണെന്ന് പറയുമ്പോൾ വിവാഹം വരെ മാത്രമേ ആ വീട് പെൺകുട്ടിക്ക് അവകാശപ്പെടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പൊയ്ക്കൊള്ളണം. അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ നിൽക്കണം. അവിടെ പ്രശ്നമുണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. സന്തോഷവതിയാണെങ്കിൽ അവർ അവിടെ തന്നെ നിൽക്കും, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷെ എന്ത് സാഹചര്യം ഉണ്ടായാലും ഇങ്ങോട്ടിനി വരണ്ട, അതാണ് മനോഭാവം. അത് മാറണ്ടേ? തീർച്ചയായും മാറേണ്ടതാണ്. പക്ഷെ വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സത്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇന്നും ഡൗറി സിസ്റ്റം നിലനിൽക്കുമ്പോൾ അതിനിപ്പോ പേര് മാറ്റി ഗിഫ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ പലപ്പോഴും ഈ ഡൗറി കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൗറി കൊടുക്കുന്നത് സ്ത്രീക്കല്ല എന്നും കൂടെ ഓർക്കണം. അത് കിട്ടുന്നത് ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ആയിരിക്കും. അതോടെ സ്ത്രീയുടെ വീട്ടിലുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും അവരുടെ ഷെയറും എല്ലാം ഇല്ലാതാകുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ വളരെ പ്രബലമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ച് സ്ത്രീക്ക് ഓഹരി ചോദിച്ച് പോകാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് മടങ്ങാനോ ഉള്ളൊരു റൈറ്റ് ഇല്ല എന്നുള്ളൊരു അലിഖിതമായിട്ടുള്ള നിയമവും കേരളത്തിൽ നിൽക്കുന്നുണ്ട്. അതിൽ വലിയ രീതിയിൽ വിക്ടിമൈസ്ഡ് ആയിട്ട് പോകാൻ ഒരിടമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്നും വളരെ അൺഹാപ്പി മാരേജസിൽ ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെ അനുഭവിച്ച് നിൽക്കുന്ന എത്രയാ ആയിരങ്ങളല്ല ലക്ഷങ്ങൾ ആയിരിക്കും ആ നമ്പേഴ്സ് എടുത്ത് നോക്കുകയാണ്. കാരണം ഈ ഒരു ഹിപ്പോക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി സെറ്റപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് നിരന്തരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടും കൂടെ നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ജനറൽ ഫാമിലീസിൽ ഉണ്ട്. പക്ഷെ ഏറ്റവും വലിയ കഷ്ടം എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്ത്രീ സ്വത്ത് തറവാടുകൾ ഉണ്ടായിരുന്ന മാതൃദായ ക്രമം മാട്രിലീനി നിലനിന്നിരുന്ന മാട്രി ലൊക്കാലിറ്റി പ്രബല കമ്മ്യൂണിറ്റീസിന്റെ ഇടയിലെങ്കിലും നിലനിന്നിരുന്ന ഒരു കേരളത്തിലാണ് കഴിഞ്ഞ 100 വർഷം കൊണ്ട് ഇങ്ങനെ വലിയൊരു ചേഞ്ച് വരുന്നത്. സ്ത്രീക്ക് ഒരു അവകാശവും ഇല്ല എന്നുള്ള രീതിയിലേക്ക് നമ്മളെ പരിവർത്തിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പാകപ്പെടുത്തിയെടുത്തതാണ്. കൊളോണിയലിസം നമ്മളെ എടുത്താണ്. ആ കൊളോണിയലിസവും പേട്രിയാർക്കിയും ഒരുമിച്ച് നിന്ന് സ്ത്രീക്കെതിരെ പ്രവർത്തിച്ച ഒരു യുണീക്ക് മൂവ്മെന്റ് ആയിട്ട് നമുക്ക് കേരള ചരിത്രം തന്നെ കാണാൻ പറ്റും. കാരണം സ്ത്രീക്ക് അവകാശങ്ങൾ ഉണ്ടായിരുന്ന ഇപ്പൊ സിറിയൻ ക്രിസ്ത്യൻ ഹൗസ് ഹോൾഡ്സിൽ, നായർ ഹൗസ് ഹോൾഡ്സിൽ പോലും ആ ഒരു സിറ്റുവേഷൻ പോലും മാറ്റപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത്. വിർജിനിയ വൂൾഫ് ഒക്കെ ചോദിക്കുന്ന വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു ചോദ്യം ഉണ്ടല്ലോ, ഒരു
സ്ത്രീക്ക് ഒരു റൂം ഓഫ് വൺ സോൺ. ഒരു സ്ത്രീക്ക് കഥ എഴുതണമെങ്കിൽ, കവിത എഴുതണമെങ്കിൽ, അവൾക്ക് അവളായിട്ട് ജീവിക്കണമെങ്കിൽ അവളുടെ എന്ന് ആവശ്യപ്പെടാൻ ഒരു മുറിയെങ്കിലും വേണ്ടേ എന്നുള്ളത്. ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് നേരത്തെ ഇവിടെ ഗീത മാം കുടുംബങ്ങളെ കുറിച്ച് സൂചിപ്പിക്കണ്ടേ, എന്നാൽ ഞാൻ ആ ക്വസ്റ്റ്യൻ കുറെ കൂടെ ലിറ്ററൽ ആയിട്ടാണ് എടുക്കുന്നത്. സ്ത്രീക്ക് സ്വന്തം എന്ന് പറയാൻ ഓണർഷിപ്പ് ഉള്ള, അവൾക്ക് അവകാശമുള്ള ഒരു ഇടം ആവശ്യമല്ലേ? നാഷണൽ ആവറേജ് സ്ത്രീകളുടെ ഓണർഷിപ്പ്, ലാൻഡ് ഓണർഷിപ്പ് ഏകദേശം 47-48%. പക്ഷെ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് അത് 27%. അത് കേരളത്തിലെ 27% സ്ത്രീകൾക്ക്, അതായത് ജെൻഡർ പോസിറ്റീവ് റേഷ്യോ ഉള്ള, പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളുള്ള കേരളത്തിൽ, ആ മുഴുവൻ സ്ത്രീകളിലും ആകെ 27% സ്ത്രീകൾക്ക് എന്തെങ്കിലും ഭൂമിയോ എന്തെങ്കിലും സ്വത്തോ എന്തെങ്കിലും വീടുകളോ ഉള്ളൂ. അതായത് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും പറയും കേരളം ഭയങ്കര എല്ലാ ഇൻഡെക്സുകളിലും മേളിലാണ് എന്നുള്ളത്. പക്ഷെ ഈ കാര്യം വരുമ്പോൾ നാഷണൽ ആവറേജിന്റെ പകുതിയോളം മാത്രമേ കേരളം എത്തിയിട്ടുള്ളെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകൾ മുമ്പോട്ട് വന്നത്, എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ആണെങ്കിൽ സ്ത്രീകൾ മുമ്പോട്ട് വന്നത്. പക്ഷെ ആ യുക്തിയെല്ലാം കുടുംബ കേന്ദ്രീകൃതമായ യുക്തിയാണ്. സ്ത്രീക്ക് എന്തിനാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അവർക്ക് ഭാവിയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്താ, ഭർത്താവിന്റെ ജോലിക്ക് സപ്ലിമെന്ററി ആയിട്ട് ഒരു അതിനോട് ചേർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനോട് സെക്കൻഡറി റോള് പ്ലേ ചെയ്യുന്ന ഒരു സെക്കൻഡറി ഇൻകം ആയിട്ട് അവളുടെ ജോലി കൺസിഡർ ചെയ്യപ്പെടാൻ അവളെ എംപ്ലോയ്മെന്റിന് വിടുന്നു. ഇങ്ങനെ എല്ലാ സ്ത്രീകളുടെ പുരോഗമനം എന്ന് നമ്മൾ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴും ഈ കുടുംബ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു യുക്തി സ്ത്രീയുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ്. എന്നാൽ അവസാനം ആ കുടുംബമെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ആരും ഇല്ലതാനും. ഞാൻ വരാം ശ്രീമതി മാളവിക, ഞാൻ പ്രേക്ഷകരിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഇപ്പോൾ സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സന്തോഷ്, താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? സന്തോഷ്, എന്നെ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ടിവിയിൽ ശ്രദ്ധിക്കേണ്ട, ഫോണിൽ സംസാരിച്ചോളൂ. എന്താണ് പറയാനുള്ളത്? ഈ നമ്മുടെ നാട്ടിലെ സ്വത്ത് നിയമങ്ങൾ എല്ലാം മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്നൊരു രീതിയിലാണ് ഇപ്പോഴത്തെ എല്ലാം പോകുന്നത്. ഒരു വീട്ടിലെ കുട്ടി കല്യാണം കഴിച്ചാൽ അതിന്റെ സകല ബാധ്യതകളും വീട്ടുകാർക്ക് തീർന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ആ സ്ഥിതി മാറേണ്ട അവസ്ഥ. പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ സന്തോഷ്? അനുഭവം നമ്മുടെ നാട്ടിൽ പേപ്പറിലൊക്കെ വരുന്നുണ്ടല്ലോ ദിവസവും വാർത്തകൾ. അതെ, തീർച്ചയായിട്ടും വ്യക്തമാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. തോമസ് പൂഞ്ഞാറിൽ നിന്ന് വിളിക്കുന്നു. തോമസ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മാഡം, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. അവരൊക്കെ സ്വയം പര്യാപ്തം എത്തിയ മനുഷ്യനല്ലേ? അതെ, തോമസ് പറഞ്ഞോളൂ. നമുക്ക് ജോലി ഉള്ളവരുടെ കാര്യം വ്യത്യസ്തമായിരിക്കും, പക്ഷെ ജോലി ഇല്ലാത്തൊരു സ്ത്രീക്ക് ജോലിയുള്ള കാര്യങ്ങൾ സഭയല്ല എല്ലാം കൊടുക്കേണ്ടത്. ഞങ്ങളുടെ ക്രിസ്ത്യൻ സഭയല്ല എല്ലാം കൊടുക്കേണ്ടത്. എത്ര വാതിലും മുട്ടി പുള്ളിക്കാരത്തി. അതെ, ആ ഷൈനി ചേച്ചി എത്ര വാതിലും മുട്ടി. 2 പെങ്കൊച്ചുകളെ എത്ര വാതിലും മുട്ടി. ഹലോ, കേൾക്കാം തോമസ്, പറയൂ. എന്നിട്ട് എന്താണ്? ആരും ഒന്നും കൊടുത്തില്ല. സ്വന്തക്കാരന് കൂടിയാ, അതുകൊണ്ടാ പറയുന്നത്. ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത് അതുകൊണ്ടാ. എത്ര വാതിലും മുട്ടി. ആദ്യം സഹായിച്ചോ? ഹലോ. അതെ തോമസേ, മറ്റൊരു കാര്യം, ഇത് ഇനി സഭയല്ല, ആര് കൊടുത്തില്ലെങ്കിലും നീ ഇവിടെ നിൽക്ക്, നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം, നമുക്ക് ജീവിക്കാം. ജീവിതത്തെക്കാൾ ജീവനല്ലേ വലുത്, അല്ലേ തോമസേ? ഒരു സ്ത്രീയെ അപമാനിക്കാൻ പറ്റുന്ന അത്ര അപമാനിക്കുന്നല്ലേ മനുഷ്യൻ? അതല്ലേ മനുഷ്യന്റെ സ്വഭാവം ഇപ്പം ഈ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നതല്ലേ? അതെ. എന്ത് അവളൊരു BSc നേഴ്സായിരുന്നു അല്ലേ? അതെ. എന്നിട്ട് ആ 2 കുഞ്ഞുങ്ങളുമായിട്ട് പോയ ആ ലോക്കോ പൈലറ്റ് പറഞ്ഞെന്താ? രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്നാ പറഞ്ഞത്. അമ്മയോട് ചേർന്ന് നിൽക്കുമായിരുന്നു കുഞ്ഞുങ്ങളെന്നാണ് പറഞ്ഞത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളോട് ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? അതെ, അവനെയൊന്നും ഏറ്റുമാനൂർ പോലീസുകാരൊന്നും ഉണ്ടല്ലോ. ഞാനും ഒന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഏറ്റുമാനൂർ പോലീസുകാരൊന്നും അവനൊന്നും അങ്ങനെ ചെയ്താ പോരാ. അവന്റെ വീട്ടിൽ പള്ളിയിലച്ചന്മാരുണ്ടായിരുന്നല്ലോ.
ഹലോ, അതാണ് തോമസേ, മനസ്സിലാകുന്നുണ്ട്, തോമസിന്റെ വികാരം മനസ്സിലാകുന്നു. തോമസ് ഷൈനിയുടെ ബന്ധു കൂടിയാണ്. അവർക്ക് ആർക്കും അത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ് ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ അത് എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷെ സ്വന്തം വീട്ടിലേക്കെങ്കിലും വന്ന് നിന്ന് അവിടെ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഒരു സമാധാനം അവർക്കുണ്ടായിരുന്നെങ്കിൽ ആത്മഹത്യയിലേക്ക് നീങ്ങുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. സൂസി എന്ന പ്രേക്ഷക കൂടി ചേരുന്നു. സൂസി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഷൊർണൂരിനാണ് വിളിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇത് കാണുമ്പോ വളരെ സങ്കടമുണ്ട് മാഡം. കാരണം ഇതുപോലെ ഒരു ഷൈനിമാരിന് ഉണ്ടാവരുത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും സ്വന്തം മാതാപിതാക്കൾ അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ, അവിടെ സമാധാനം കൊടുത്തിരുന്നെങ്കിൽ അത് ഷൈനി ഇത് ചെയ്യില്ലായിരുന്നു. ആ കുഞ്ഞുമക്കളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കലായിരുന്നു. ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് അവർ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ നിയമങ്ങളും നമ്മുടെ സഭാ നിയമങ്ങളും സഭകളൊന്നും ഇതിനു വേണ്ടിയിട്ട് മുൻകരുതൽ എടുക്കുക. ഇതുപോലെ ഒരു സ്ത്രീക്ക് ഉണ്ടാവരുത്. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ആ CCTV കൂടി കാണുന്ന ആ കുഞ്ഞുമോളെ മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങൾ കാണുമ്പോൾ അറിയാതെയാണെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഷൈനിയെ മക്കളെ കണ്ടിട്ടില്ല. അത് കാണുമ്പോൾ വളരെ നെഞ്ഞു നീറുകയാണ് ഇപ്പോഴും. ഒരിക്കലും ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. സ്വന്തം മാതാപിതാക്കൾ ആ ഷൈനിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമാധാനമായൊരു ജീവിതം, ഒരു താങ്ങായി തണലായി ഷൈനിക്ക് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഷൈനി ഇത് ചെയ്യില്ലായിരുന്നു. ഒന്നും പറയാൻ കിട്ടുന്നില്ല മാം. തീർച്ചയായിട്ടും സൂസി പൂർണ്ണമായും മനസ്സിലാകുന്നുണ്ട് സൂസി പറഞ്ഞത്. അത് തന്നെയാണ് നമ്മളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൂസിയെ പോലെ എല്ലാവർക്കും ആ ദൃശ്യങ്ങൾ അത് വളരെയധികം വേദന ഉണ്ടാക്കിയതാണ്. ആ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് ഓർക്കണേ. ഷൈനിയും മൂത്ത മകളും ഒന്നും ഉറങ്ങിക്കാണില്ല, അത് ഉറപ്പാണ്. പക്ഷെ ആ ഇളയ കുഞ്ഞ് ഉറങ്ങിക്കാണും ഒന്നും അറിയാതെ. അപ്പൊ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ വരുന്നില്ല എന്ന് പിന്നിലേക്ക് വലിക്കുന്ന കുഞ്ഞ് നമ്മളെ ഭയങ്കരമായി വേദനിപ്പിക്കുന്നുണ്ട്. ഒരു ഷൈനി അല്ല, അത് ഷൈനി ഒരു പ്രതീകമാണ്. ഗീത മാം, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകണം എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് സൂസി എന്ന പ്രേക്ഷക പറഞ്ഞത് അവർക്കത്രയും അത് മനസ്സിൽ കൊണ്ടിട്ടാണ്. എത്രയോ എവിടെയൊക്കെ ഇപ്പോഴും വീട്ടിൽ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് നീ എന്നാ വീട്ടിലേക്ക് പോണത്, എന്താണ് അവിടെ പ്രശ്നം, നിനക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നൂടെ എന്നൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേർ അത് ഇരിക്കുന്നുണ്ടാകും. എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മുടെ ഈ വാക്കുകൾ, നമ്മുടെ ഈ ചർച്ച ഒരു 10 പേരിൽ ചിന്തിക്കാൻ, എൻ്റെ മകൾ എൻ്റെ അടുത്ത് നിൽക്കും എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അതൊരു വിഷയം തന്നെയാണ്. വീട്ടിൽ നിൽക്കാൻ സ്ത്രീകൾക്ക് കഴിയോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ. ആ സ്ത്രീയോട് കാണിച്ച ആ ക്രൂരത എന്ന് പറയുന്നത് കേരളത്തിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ എത്രയോ പിള്ളേർ മരിക്കുന്നു, എത്ര പെൺകുട്ടികളെ കൊല്ലുന്നു. അതിലെന്താ നമുക്ക് സമാധാനം പറയാനുള്ളത്? ഒരുപക്ഷെ ഈ ഒരു വീടെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ വീടായാലും ആൺകുട്ടിയുടെ വീടായാലും, പെൺകുട്ടിയുടെ വീടെന്ന് പറയുന്നത് ഇതേ ഈ സാമൂഹ്യ സാഹചര്യത്തിലുള്ള ഒരു വീടല്ലേ. ആ വീട്ടിൽ നിന്ന് തന്നെ ഒരു കുട്ടി ഇങ്ങനെ വരുന്നത്, ആ വീട്ടിൽ മറ്റൊരു പെൺകുട്ടി വന്നതും ചിലപ്പോൾ ഇതവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ മാറാതിരിക്കേണ്ടത് ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സൗഹൃദം ഉണ്ടാക്കാനും ഒരു സമാധാനപരമായ കുടുംബം ഉണ്ടാക്കുന്നതിനും ഉപരിയായി നമ്മൾ അതിനെ കാണുന്നത് അതൊരു കച്ചവടമായിട്ട് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുന്നതാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവരല്ലേ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും. അവര് ഒന്ന് പഠിച്ച് ഒരു സ്വന്തം കാലിൽ നിൽക്കട്ടെ, ഒരു തൊഴിലിന് പോകട്ടെ എന്ന് പറയുന്നതിനേക്കാൾ അധികം നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദ്യം തുടങ്ങുന്നതല്ലേ, എങ്ങനെയെങ്കിലും ഒരു വിവാഹം കഴിച്ച് നടത്തിയാൽ മതി എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ സാമൂഹ്യം നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ആ വിവാഹം എങ്ങനെയാണ്? വിവാഹം എന്ന് പറയുന്നത് എന്തുമാത്രം ദൂരത്ത് നടത്തുന്നു? എത്ര ദിവസമാണ് നമ്മുടെ വിവാഹങ്ങൾ? 1, 2, 3 ദിവസമല്ല. എത്ര പണമാണ് ഒഴുകുന്നത്? ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഈ പണമൊക്കെ സ്വരൂപിച്ച് കൂട്ടി അത്രയും പണം ചെലവാക്കാനുണ്ടെങ്കിൽ പലരും ഉണ്ടായിട്ടല്ല, പലരുടെയും പ്രമാണങ്ങൾ നമ്മുടെ ബാങ്കുകളിലാണ്. എത്ര സ്ത്രീകൾ നമ്മളെടുത്ത് വരുന്നു, ജപ്തിയാണ്, ഇനി മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഈ നോൺസെൻസ് നമുക്ക് നിർത്താൻ പറ്റുന്നില്ലല്ലോ. സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ട്, പക്ഷെ പരസ്യമായി ഇതെല്ലാം ചെയ്യാം, പരസ്യമായി ഇതെല്ലാം അംഗീകരിക്കുക, ഇത്തരം വിവാഹങ്ങളും ഈ ധൂർത്തുകളും നമ്മൾ അംഗീകരിക്കുക. എത്രമാത്രം ഭക്ഷണം ചെലവാക്കി
ബാക്കി വരുന്ന ഭക്ഷണം കുഴികുത്തി മൂടുകയാണ് നമ്മുടെ നാട്ടിൽ, അല്ലെ, വിവാഹത്തിന്റെ ഭാഗമായിട്ട്. ഇതൊന്നും നമുക്ക് മാറ്റാൻ പാടില്ല. നമ്മൾ പറയുന്നു സ്ത്രീ സുരക്ഷയായിരിക്കണം. ഈ സംസ്കാരമുള്ള, ഈ ബോധമുള്ള ആളുകളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പുരുഷനും സ്ത്രീയും ആ ബോധത്തിലേ പെരുമാറും. അതിന് നമുക്കിപ്പോ ആ അമ്മയെ അച്ഛനും അവളെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ നമ്മളിപ്പോ പറയുന്നു. പക്ഷെ 2009 വിവാഹിതയായി ഈ 2025 വരെ എത്ര കൊല്ലം ആ വീട്ടിൽ ആ പെൺകുട്ടി പീഡനം അനുഭവിച്ചിട്ടുണ്ട്. കൊണ്ടുപോയി തിരിച്ചു അവരുടെ വീട്ടിൽ അവർക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താണ്? ക്രിസ്തീയ വിവാഹ പ്രകാരം അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു വിട്ടു. ഇനി അവളുടെ വീട് ഭർത്താവിന്റെ വീടാണ്. ആ അച്ഛൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, എന്റെ 2 സഹോദരന്മാർക്ക്, എന്റെ 2 ആൺമക്കളുടെയും വീടാണിത്, ഞാനും ഭാര്യയും ഇവിടെ താമസിക്കാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ സിസ്റ്റം ഒന്നും ആർക്കും മാറ്റണ്ട. മാറ്റേണ്ടത് എന്താണ്? സ്ത്രീ മാറിക്കോണം, സ്ത്രീ ഒതുങ്ങണം. തിരിച്ച് വീട്ടിൽ വന്നാൽ അമ്മ അവളെ ചേർത്ത് പിടിക്കണം. എങ്ങനെ അമ്മ ചേർത്ത് പിടിക്കും? അമ്മയ്ക്ക് മാത്രമായി വിചാരിച്ചാൽ ചേർത്ത് പിടിക്കാൻ പറ്റുമോ? ആ കുടുംബത്തിലുള്ള പുരുഷന്മാരുടെ തീരുമാനം എന്താണ്? ആ കുടുംബത്തിൽ ഇടപെടുന്ന മതത്തിന്റെയും ജാതിയുടെയും ചുറ്റുവരങ്ങൾ എന്തൊക്കെയാ? ഇത് മുഴുവനല്ലേ ഒരു സ്ത്രീയെ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും അതെവിടെ തുടരണം എന്നുള്ള ചോദ്യം, വലിയ ചോദ്യം അതിരിക്കുകയാണ്. ഗീത മാം, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ പ്രേക്ഷക സുഷമ നമുക്കൊപ്പം ചേരുകയാണ്. സുഷമ, താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇരിട്ടിന്നാണ്. എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? അല്ല, എനിക്ക് പേഴ്സണലായിട്ട് ഉള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ്, യഥാർത്ഥത്തിൽ ഞാനൊരു സ്ത്രീ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാതെ മരിക്കാൻ പോകുന്നതിന് പേഴ്സണലായിട്ട് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറയുന്നത് മരണം തന്നെയാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ചിന്തിക്കുന്നതിനേക്കാളും മരണത്തിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒരിക്കലും ഇത് ഞാൻ എന്റെ അനുഭവം വെച്ച് പറയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് ജീവിക്കണം, ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുണ്ട്. കാരണം ഞാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് എന്റെ മോളെയും കൂട്ടി ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു 15 വർഷമായി. ഈ 15ാമത്തെ വർഷം എന്നോട് എന്തുകൊണ്ട് നീ തിരിച്ചു വന്നു, ഞാൻ വരെ മറന്നൊരു കേസ്, എന്നെ കുത്തി നോവിച്ച് ജീവിക്കാൻ വിടാത്ത തരത്തില്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആ ഒരു വിഷമത്തിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന് ഞാൻ കുറെയൊക്കെ പ്രചോദനം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ മോളെ പഠിപ്പിക്കുന്നുണ്ട്, അവൾ ഡിഗ്രി എത്തിയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും മനസ്സിനുള്ളിൽ വിഷമമാണ്. കാരണം നമ്മളെ കുത്തി നോവിക്കാനാണ് ആ ജനങ്ങളിൽ. അപ്പം സമൂഹമാണ് മാറേണ്ടത്, സമൂഹത്തിലുള്ള ആൾക്കാരുടെ മനോഭാവം. കാരണം ഒരു വിവാഹ ബന്ധത്തിൽ പോയി അതിൽ പരാജയപ്പെട്ടെങ്കിൽ തിരിച്ച് നാളെ എന്റെ മോൾക്ക് ഈ ഗതിയുണ്ട്. അപ്പം മാനസികമായിട്ട് കരുത്ത് നൽകേണ്ടത് സമൂഹം തന്നെയാണ്. അപ്പൊ ആ സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് വിചാരിച്ചാല് വിവാഹ ബന്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിന് എന്തോ ഒരു തകരാറുണ്ട്, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളെ സമൂഹം ജീവിക്കാൻ വിടാത്ത തരത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പം ഇതിനേക്കാൾ ഭേദം മരണമെന്ന് ചിന്തിച്ച് എത്രയോ അനുഭവങ്ങളുണ്ട് എനിക്ക്. ഇപ്പോ സുഷമ ഇപ്പോ സേഫ് ആയിട്ടിരിക്കുന്നോ? ഓക്കെ, സേഫ് ആയിട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ എന്റെ മോളായാലും ഒരു ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്ന ബലത്തിൽ. കാരണം തിരിച്ചു വരുമ്പോ 0-ൽ നിന്ന് തുടങ്ങി ഒരു ജോലി കണ്ടെത്തി ആ ജോലിയിൽ നിന്ന് മോളെ 1ാം ക്ലാസ്സിൽ ചേർത്തു, അങ്ങനെ ഡിഗ്രി വരെ എത്താനും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്. അപ്പൊ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നോ? സ്വന്തം വീട്ടുകാർക്ക്? അല്ല, സ്വന്തം വീട്ടുകാർക്ക് എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ ധൈര്യത്തിൽ മാത്രം ജീവിക്കുന്നു ഞാൻ കരുതുന്നത്. കാരണം വീട്ടുകാർ ഇപ്പൊ എന്റെ അമ്മയൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണെങ്കിലും, പക്ഷെ എനിക്കറിയാം എന്നെയും കൊണ്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് ഉത്തരം പറയേണ്ടി വരുന്നു. കാരണം അമ്മയോടും ചോദ്യങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് മോള് തിരിച്ചു വന്നു, അല്ലെ ആ രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് സഹിക്കുകയാണ് അവരും. ആ രീതിയിലാണ്. അപ്പൊ ഷൈനി എന്ന് പറഞ്ഞ വ്യക്തി ആ ജോലി, അപ്പൊ നമ്മള് വിദ്യാഭ്യാസം നേടിയ ഒരു ജോലിക്കുള്ള വിദ്യാഭ്യാസം നേടിയ ജോലി ഞാൻ സാധിക്കാതെ പോയി എന്നുള്ള ഏതോ ഒരു കൈപ്പിടി, ഒരു കരുത്തുള്ള ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു സഹായം അവർക്ക് എവിടെയോ ലഭ്യമാകാതെ പോയത് കൊണ്ടാണ് അങ്ങനെ മരണത്തിലേക്ക് പോകേണ്ടത്. അതെ, ഷൈനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ 2 മക്കളെ, പെൺകുഞ്ഞുങ്ങളെ എവിടെ ഏൽപ്പിച്ചിട്ട് പോകും? അത് ആരും ഏൽക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. പക്ഷെ സാധ്യതകൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടേ നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുകയുള്ളൂ. ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് മക്കളെ ഏൽപ്പിച്ചു പോകാൻ പറ്റിയ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ചിലർക്ക് അത് സഹിക്കാനോ താങ്ങാനോ പറ്റാത്ത ആ സമയത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ ഇനിയും ഒരുപാട് ഷൈനിമാര് വരും, ഇനി ഒരുപാട് സുഷമമാര് വരും. ശരി, വളരെയധികം നന്ദി സുഷമ. എന്തായാലും ഇനി ഷൈനിമാർ ആവർത്തിക്കാതിരിക്കട്ടെ.
അത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഇപ്പോൾ സുഷമ പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നിടത്ത് നമുക്ക് തുടങ്ങാം. മാളവികയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീമതി മാളവിക, വിസ്മയ നമുക്ക് മുന്നിലുണ്ട്. വിസ്മയുടെ ഒരു ടെലിഫോൺ സംഭാഷണം നമ്മൾ ആ സമയത്ത് പുറത്തുവിട്ടിരുന്നതാണ്. വിസ്മയെ ഭർത്താവ് ക്രൂരമായി ഉപദ്രവിക്കുമ്പോൾ അച്ഛാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോ, ഇല്ലെങ്കിൽ ഞാൻ ഇനി ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും മോളെ എന്ന് പറയുന്ന അച്ഛൻ. ആ അച്ഛനെ അങ്ങനെ പറയിക്കുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞതുപോലെ സമൂഹം എന്ന് നമ്മൾ പറയുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് ഓരോ കുടുംബങ്ങൾ ചേർന്നതാണല്ലോ. കുടുംബത്തിൽ നിന്ന് തന്നെയല്ലേ തുടങ്ങേണ്ടത്? സാമൂഹിക വ്യവസ്ഥ തന്നെയാണ്. പക്ഷെ ആ മനുഷ്യർ ചേർന്നാണല്ലോ സമൂഹം ഉണ്ടാകുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് തന്നെ ആ ഒരു ഗേർഡ ലേണർ എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പുരുഷാധിപത്യം എന്നുള്ളത് മനുഷ്യർ തീരുമാനിച്ചുണ്ടാക്കിയ സിസ്റ്റമാണ്. അത് നാച്ചുറലി ഉണ്ടായി വന്ന സിസ്റ്റം ഒന്നല്ല. അതുകൊണ്ട് മനുഷ്യർ വിചാരിച്ച് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ അത് അഞ്ചഞ്ചലമായിട്ട് എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന സിസ്റ്റം ഒന്നുമല്ല. അത് മനുഷ്യർ വിചാരിക്കണം. സ്വന്തം പെൺകുഞ്ഞുങ്ങളോട് പാരന്റ്സിന് സ്നേഹമുണ്ടെങ്കിൽ അത് നമ്മൾ എല്ലാത്തിനെയും തിരിച്ച് ഈ എന്താണ് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം, എൽഡേഴ്സിനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് സ്വന്തം പെൺകുഞ്ഞുങ്ങളോട് കുടുംബങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, അച്ഛനമ്മമാർക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം വിൽപത്രം എഴുതുമ്പോഴും കാണിക്കണം, സ്വത്ത് ഷെയർ ചെയ്യുമ്പോഴും കാണിക്കണം. ആ സ്നേഹം ആ കുട്ടിയെ പഠിപ്പിച്ച് ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടുന്നത് വരെ അവളെ കല്യാണം കഴിപ്പിച്ച് വിടാതെ ഇരിക്കുന്നതിലും അത് കാണിക്കണം. അല്ലാതെ പ്രഷറൈസ് ചെയ്ത് വളരെ യങ് ഏജിൽ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് അവരുടെ തുടർ പഠനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കി, അവരുടെ ജോലികൾക്ക് ഇല്ലാതാക്കി ആ സോഷ്യൽ പ്രഷറിന് ബെൻഡ് ഡൗൺ ചെയ്യുന്നത് സ്നേഹരാഹിത്യമാണ്. സ്വന്തം പ്രസ്റ്റീജിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബ മഹിമ കാക്കിപ്പോയാണ്. ഇപ്പോഴും ഏറ്റവും വലിയൊരു ഉത്കണ്ഠയാണ് പെൺകുട്ടികൾ ചീത്തയായി പോകുമോ, എന്താണ് വേറെ മതത്തിലെ ആളുമായിട്ട് വിവാഹത്തിലായി പോകുമോ, പ്രണയത്തിലായി പോകുമോ, അതുവഴി നമ്മുടെ പുരാതന മഹിമ ഇല്ലാതായി പോയി. ഈ കൺസേൺസിൽ നിന്നൊക്കെയാണ് വളരെ കുഞ്ഞിലേ തന്നെ എന്താണ് MA പഠിക്കാതെ, MSc പഠിക്കാതെ, MTech പഠിക്കാതെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ച് വിടുന്നത്. അപ്പൊ ആ സമയം തൊട്ട് ഒന്നാമത് നമുക്ക് വലിയ ഏജ് ഡിഫറൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് കല്യാണങ്ങൾ ഇന്നും നടത്തപ്പെടുന്നത്. ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നിലനിൽക്കുമ്പോൾ ഇതൊക്കെ ഞാൻ റീഡ് ചെയ്യുന്നത് ഈ സ്നേഹരാഹിത്യമായിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്നേഹമില്ലാഞ്ഞിട്ട് തന്നെയാണ് രണ്ട് പാത്രത്തിൽ രണ്ടുപോലെ വിളമ്പുന്നതെന്നാണ്. കാരണം എനിക്കിത് ഇവിടെ സുഷ്മ എന്ന് പറഞ്ഞ ആ പ്രേക്ഷകർ വിളിച്ചപ്പോ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ആണ് ഓർമ്മ വരുന്നത്. എന്റെ അമ്മ ഇതിന്റെ വലിയൊരു വിക്റ്റിമാണ്. അത് വർഷങ്ങൾക്ക് മുമ്പേ ആണ് നടന്നതെന്നെങ്കിലും വിചാരിക്കാം. ഒരു 20 വർഷം മുമ്പ് എന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആകുന്ന സമയത്ത് എന്നോട് വളരെ വാത്സല്യമുള്ള ഒരു ഗ്രാൻഡ് മദറാണ്. പക്ഷെ ആ ഗ്രാൻഡ് മദർ പോലും, അതായത് ജോലി ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ജോലി ഉണ്ടായിരുന്ന എന്റെ അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. ജോലി ഉണ്ടായിരുന്ന എന്റെ ഗ്രാൻഡ് മദർ എന്റെ അമ്മയോട് നിരന്തരമായിട്ട് പറയണം, അയ്യോ നിന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പം അനിയത്തിയുടെ കല്യാണം കഴിക്കാൻ വെയിറ്റ് ചെയ്തു. പിന്നെ പറയുകയാണ് നിന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വർഷങ്ങൾ ഡൊമസ്റ്റിക് അബ്യൂസ് നിലനിന്നിരുന്ന ഒരു വീട്ടിൽ എന്റെ അമ്മയ്ക്ക് ജീവിക്കേണ്ടി വരുന്നു. ആ ഡൊമസ്റ്റിക് അബ്യൂസ് കണ്ട് അതിന്റെ ട്രോമ അനുഭവിച്ച് വളർന്ന 2 മക്കളാണ് ഞാനും എന്റെ അനിയത്തിയും. അപ്പൊ ആ സ്ത്രീയെ മാത്രമല്ല കുട്ടികളെയും കൂടെ ട്രോമറ്റൈസ് ചെയ്യുകയാണ്. ഇതിങ്ങനെ ജനറേഷൻ ബൈ ജനറേഷൻ നടക്കും. അപ്പോഴും അമ്മ പറയുന്നതാണ്, അയ്യോ ആൾക്കാരെന്ത് പറയും. ഈ ആൾക്കാരെന്ത് പറയും എന്നുള്ള ലോജിക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ കുറിച്ച് നാളെ എന്ത് പറയുമെന്ന് ആലോചിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങൾ സുരക്ഷിതമാക്കുക. എനിക്ക് അന്ന് വിസ്മയുടെ കാര്യത്തിൽ എനിക്ക് അന്നേ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ് ഈ വിസ്മയുടെ അച്ഛൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, എന്റെ മോനെ അടിച്ചതിൽ പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ലെന്ന്, ഈ ഭർത്താവിനെ കണ്ടിട്ടില്ലെന്ന്. അതായത് മോളെ അടിച്ചത് അത്ര വലിയ കാര്യമായിട്ട് ആ അടി ഏൽക്കേണ്ടവളാണ് അവൾ എന്നുള്ള ബോധ്യമാണ് അദ്ദേഹത്തിന്റെ തലയിൽ അന്നും ഇരിക്കുന്നത്. ഇന്നും അങ്ങനെ ചിന്തിക്കുന്ന പാരന്റ്സ് ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വളരെ വലിയ ഷോക്കാണ് വരുന്നത്. ഇതിന്റെ വെളിയിൽ വരണമെങ്കിൽ ഇവിടെ നേരത്തെ ഗീതാ മാം പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് അതിന് വലിയ എന്താണ്, എന്റെ അമ്മയ്ക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് നേരത്തെ ഇത് പറഞ്ഞ പല വാതിലുകൾ മുട്ടിയിട്ടും ആ വാതിലുകളൊന്നും തുറക്കാതിരുന്നിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനും ഇന്ന് വളരെ അഭിമാനപൂർവ്വം തന്നെ ഇരിക്കാനും പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം എംപ്ലോയ്മെന്റ് അതിനുള്ള ഒരു മീൻസ് ആണ്. പക്ഷെ ആ എംപ്ലോയ്മെന്റ് ആവശ്യമായതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നിയമം വേണം. ആ നിയമം നടപ്പാക്കാനുള്ള സിസ്റ്റവും വേണം. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഗീതാ മാമിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോവുകയാണ്. ഗീതാ മാം, എന്താണ് അവസാനമായി പറയാനുള്ളത്? നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമ്മൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, ഒരു സംശയവും. നമ്മൾ കുടുംബത്തിനകത്ത് ജനാധിപത്യം കൊണ്ടുവരണം. ഈ പറഞ്ഞ എല്ലാ തിട്ടൂരങ്ങളും നമ്മൾ സ്ത്രീകൾ പൊളിച്ചെഴുതാൻ തുടങ്ങും.
സ്ത്രീകൾ ചിന്തിച്ചു തുടങ്ങണം, ശബ്ദമുയർത്തി തന്നെ പോകണം. കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ കുടുംബം തീർച്ചയായും തകർക്കപ്പെടും. കാരണം അത് തകർന്ന് അതിന്റെ സ്വാഭാവികമായ മരണം സംഭവിക്കാൻ പോവുക കുടുംബത്തിൽ. ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സ്ട്രക്ചർ തകർന്ന് മറ്റൊരു രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരും. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നതിന്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ട്രാൻസിഷണൽ പീരീഡാണ്. കാരണം എത്ര സ്ത്രീകളാണ് ഇതിനകം, ഇപ്പൊ മാളവിക തന്നെ പറഞ്ഞു മാളവികയുടെ ജീവിതം, അമ്മൂമ്മ തൊട്ട് അമ്മക്ക് വന്ന ഒരു ചിന്താധാരയിൽ വർത്തിക്കുന്ന ഒരു അടിമത്ത ബോധമുണ്ടല്ലോ, അത് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തിയ മനസ്സുപോലെ കിടക്കാണ്. അതിൽ നിന്ന് സ്ത്രീക്ക് സ്വാതന്ത്ര്യം, സ്ത്രീയുടെ ചിന്ത, സ്വപ്നം. ഇപ്പൊ വെർജീനിയ വുൾഫ് ഒരു മുറി വേണം എഴുത്തുകാരികൾക്കെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഒരു സ്ത്രീക്ക് ഒരു മുറി കൊടുക്കാൻ പറ്റില്ല, അത്ര വലിയ സാമ്പത്തികം ഉണ്ടാവില്ല. പക്ഷെ അവൾക്ക് മുറി സ്വന്തമായി ഉണ്ടാക്കാനുള്ള അവസരം, വിദ്യാഭ്യാസം കൊടുത്ത് തൊഴിൽ നേടി അവളെ സ്വന്തം കാലിൽ നിർത്തട്ടെ. വിവാഹം ആത്യന്തിക ലക്ഷ്യമാണെന്നുള്ള ചിന്തയെ വിട്ടുകളയണം. വിവാഹമല്ല ആത്യന്തിക ലക്ഷ്യമെന്ന് നമ്മളെ പെൺകുട്ടികളോട് നമ്മൾ പറഞ്ഞു തുടങ്ങണം. കുടുംബത്തിനകത്ത് ജനാധിപത്യം പറയണം. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്ന കാലത്ത് മാത്രമേ നമുക്ക് ഈ മരണം. നമുക്കിപ്പോ ഷൈനിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഷൈനി BSc നഴ്സിംഗ് ആണ്. പക്ഷെ അവള് ജോലിക്ക് പോകാൻ അവൾക്ക് പറ്റിയിരുന്നില്ല. അവൾക്ക് തിരിച്ച് അവളുടെ വീട്ടിൽ വന്ന് 9 മാസം അവൾ ആ വീട്ടിൽ നിന്നു. അപ്പൊ അവള് ജോലിക്ക് ശ്രമിച്ചപ്പോ എന്താണ്, അവൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരാളായത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനങ്ങളും അവളെ ജോലിക്ക് എടുത്തില്ല, വേട്ടയാടിക്കൊണ്ടിരുന്നു. പറയുന്നത് ഇങ്ങനെ വേട്ടയാടിപ്പെടുന്ന സ്ത്രീകള് സ്വന്തം വീട്ടിൽ നിന്നല്ല, ഒരു ഭർത്താവിനെ ഒരു വിവാഹത്തിൽ നിന്ന്, വിവാഹ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സ്ത്രീക്ക് അവൾക്കുള്ള പിന്തുണ കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ശ്രീമതി ഗീത നസീർ ഒപ്പം മാളവിക ബിന്നി വിളിച്ച പ്രേക്ഷകർക്കെല്ലാം നന്ദി. ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. അവളുടെ ഇടം എവിടെയെന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നാളെ വീണ്ടും കാണാം. നമസ്കാരം.